സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തിമോത്തിയോസിന് എഴുതിയതായ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 4-ാമത്തെ അധ്യായം നോക്കാം. പൗലോസ് തിമോത്തിയോസിന് എഴുതിയതായ ലേഖനം. പൗലോസ് ആരാണ് എന്ന് ചോദിച്ചാൽ അനേകം ആളുകളും പൗലോസ് എന്ന പേരുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടും. ഈ വിശുദ്ധനായ പൗലോസ് ആരാണ്? ഒരു കാലത്ത് സഭയെ ഉപദ്രവിച്ചതായ വ്യക്തി, യഹൂദനു വേണ്ടി തീക്ഷ്ണതയോടെ നിന്നവൻ, ക്രിസ്തുവിൻ്റെ ദർശനം, ക്രൂശിലെ ദർശനം കിട്ടിയിട്ട് ദൈവഹിതം മനസ്സിലാക്കി ദൈവം തിരഞ്ഞെടുത്ത ഒരു പാത്രമായി, ദൈവം വേർതിരിച്ച ഒരു പാത്രമായി, ദൈവം ഉപയോഗിച്ച ഒരു പാത്രമായി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നതായ യഥാർത്ഥമായ ഒരു ദൈവദാസൻ. പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര, 2-ാമത്തെ മിഷണറി യാത്ര, 3-ാമത്തെ മിഷണറി യാത്ര എന്ന് അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രയെക്കുറിച്ച് സുവിശേഷം അറിയാത്ത ജനങ്ങളുടെ മധ്യയിലേക്ക് കടന്നു ചെന്ന് അവരോട് ദൈവനാമം പ്രസംഗിച്ചതായിട്ട് കാണാം. ആ കാലത്ത് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ബസ്സും കാറും ഫ്ലൈറ്റും അതുപോലെ ഷിപ്സും ഒന്നും. സാധാരണ പടകുകളാണ്. പായ്കൾ വലിച്ചു കെട്ടിയ പടകിൽ സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്ത് ഒരുപാട് കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് തന്നെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം കടന്നു ചെന്ന് സുവിശേഷം പ്രസംഗിച്ച സമയത്ത് അനേകർ മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. അതുപോലെ മറ്റനേകർ അവനെതിരായിട്ട് അവനെ കല്ലെറിയാനിടയായി ചിലയിടത്ത് അടിച്ച് ഓടിച്ചു. എന്നാൽ തൻ്റെ മുൻപിൽ വരുന്നതായ പ്രതികൂലങ്ങളും തടസ്സങ്ങളും നോക്കാതെ തന്നെ കർത്താവ് അയച്ചതായ സ്ഥലങ്ങളിലേക്ക് പോയി. ചില സ്ഥലങ്ങളിൽ അത്ഭുതകരമായ ദൈവവേല നടന്നു. മറ്റു ചില ഇടങ്ങളിൽ മുൻപോട്ട് ദൈവവേല കൊണ്ടുപോകുവാൻ കഴിയാതെ തടസ്സപ്പെടുവാനും ഇടയായി. ഒരു യഥാർത്ഥ ദൈവദാസന്റെ ജോലി സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിനൊരു പ്രതിഫലം നമുക്ക് ലഭിക്കാനിടയാകും, ഒരു ഫലം കിട്ടാനിടയാകും, ആത്മാക്കൾ രക്ഷിക്കപ്പെടാനിടയാകും. നിത്യ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ നിത്യ രാജ്യത്തിന്റെ അവകാശികളാകും. ആരാണോ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെടുന്നത്, അവർ വിശ്വാസികളായി മാറും. അവർക്ക് സഭ ആവശ്യമാണ്, കൂട്ടായ്മ ആവശ്യമാണ്. സഭയെന്ന് പറയുമ്പോൾ നാം കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങുകളല്ല, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ജനത്തിന്റെ കൂട്ടമാണ്. ഈ കാലത്ത് സഭ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പല ആളുകളും മനസ്സിലാക്കുന്നില്ല. പല പല സഭകളെക്കുറിച്ചാണ് ക്രിസ്തീയ സഭയെന്ന് വിചാരിക്കുന്നത്. ക്രിസ്തീയ സഭ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടതാണ്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ ജനത്തിന്റെ കൂട്ടം ആകുന്നു അത് സഭ. സഭയെന്ന് പറഞ്ഞാൽ ഒരു ഭാഷക്കാരെയോ ഒരു ദേശക്കാരെയോ സംബന്ധിച്ചുള്ളതല്ല. ക്രിസ്തുവിന്റെ സഭയെന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേശക്കാരും എല്ലാ ഭാഷക്കാരും ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ എല്ലാവരും ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിൽ ചേർന്നതായ ആളുകളാണ്. സഭയെക്കുറിച്ച് പൗലോസ് മറ്റൊരു കാര്യം പറയുന്നു. 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന, എന്താണ് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണിത്, ദൈവത്തിൻ്റെ ആലയമാണിത്. യാക്കോബ് പിതാവിനെ വഞ്ചിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതായ സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു കല്ലെടുത്തിട്ട് തലയിണയായിട്ട് വെച്ച് കിടന്നുറങ്ങി. ആ രാത്രിയിൽ അവനൊരു ദർശനം കണ്ടു. ആകാശത്ത് നിന്നൊരു കോവേണി ഇറങ്ങി വന്നു. ദൈവദൂതന്മാർ മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ ഉണർന്നെഴുന്നേറ്റ് ഇങ്ങനെ പറയാനിടയായി, ഇത് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ്. ഇത് സ്വർഗത്തിന്റെ വാതിലാകുന്നു. ദൈവത്തിന്റെ ആലയമാണിവിടം. ഇത് ദൈവത്തിന്റെ ഭവനമാണ് എന്ന് പറഞ്ഞ്
ബേഥേൽ എന്ന് പേരിടുവാനിടയായി. ഒരു നിമിഷം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 16-ാം വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതു അറിഞ്ഞില്ല എന്നു പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇതു ദൈവത്തിന്റെ ആലയം അല്ലാതെ മറ്റൊന്നല്ല. ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആലയം സ്വർഗത്തിലേക്കുള്ള വാതിലാകുന്നു. വാതിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രവേശന കവാടം, പ്രധാനപ്പെട്ട വാതിൽ. ഇത് സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ളതായ വാതിൽ ആകുന്നു. ഏത് ദൈവത്തിന്റെയാണ് ഈ ആലയം? ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? സ്വർഗത്തിൽ നിന്നൊരു കോവണി ഇറങ്ങി വന്നത് കണ്ടു. ആ കോവണിയിൽ കൂടി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതായത് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ സ്ഥലം, അതാണ് ദൈവത്തിന്റെ ആലയം. ഇവിടെ നാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്നും ദൈവത്തിന്റെ മറുപടി, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ലഭിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവത്തിന്റെ ആലയത്തിന്റെ വില മനസ്സിലാക്കുക. അതുമാത്രമല്ല, എപ്പോഴും ദൈവത്തിന്റെ ആലയം വിശുദ്ധമായതാണ്. വിശുദ്ധനായ ദൈവം നമ്മുടെ മധ്യേ നിവസിക്കണമെങ്കിൽ നാമും വിശുദ്ധി ഉള്ളവരായിരിക്കണം. ഹൃദയം നുറുങ്ങിയ വ്യക്തികൾക്ക് ഞാൻ സമീപസ്ഥനാകുന്നെന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ പറയുന്നു ദൈവത്തിന്റെ ആലയം എത്ര ഭയങ്കരമാകുന്നുവെന്ന്. നമുക്കറിയാം, ഇലക്ട്രിസിറ്റി എത്രയോ പ്രയോജനമുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്രയോ ഉപയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ അതിനെ മിസ്യൂസ് ചെയ്താൽ, അതുമായിട്ട് കളിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുക എന്നത് വളരെ ഭയങ്കരമാണ്. ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് കപടത കാണിക്കുന്നവരുണ്ട്. ദൈവാലയത്തിൽ വരികയും കള്ളത്തരം പറയുകയും വഞ്ചന കാട്ടുകയും ചെയ്ത് മുൻപോട്ട് പോകുന്ന ആളുകളുണ്ട്. ദൈവത്തിന്റെ ആലയത്തിലെ ചിട്ടകളെ പാലിക്കാത്തവർ, ദൈവത്തിന്റെ ആലയത്തിലെ അച്ചടക്കം ഒന്നും തന്നെ നോക്കാതെ അതിനെ മലിനമാക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടുകൊണ്ട് ദൈവം വെറുതെ ഇരിക്കില്ല. ദൈവം അവരെ ചാട്ടുപാറ കൊണ്ട് അടിച്ചോടിച്ചു. ഈ ദിവസവും അവന്റെ കൃപ വലിയതായിരിക്കുന്നത് കൊണ്ടും അവൻ ദീർഘക്ഷമയുള്ള ദൈവമായിരിക്കുന്നത് കൊണ്ടും അപ്പോൾ അവർക്കുള്ളതായ ശിക്ഷ ലഭിക്കാതെയിരിക്കുന്നു. എന്നാൽ തീർച്ചയായും പ്രതിഫലം അനുഭവിക്കും. ആ കാലത്ത് അനന്യാസും സഫീരയും പാപം ചെയ്തു, അവിടെ തന്നെ വീണു മരിച്ചു. എന്നാൽ ഈ കാലത്താണെങ്കിൽ അങ്ങനെ ചെയ്താൽ സഭകൾ ശൂന്യമായി പോകും. അതുകൊണ്ട് ദൈവം മറ്റൊരു അവസരം നൽകുകയാണ്, വീണ്ടും ഉപദേശിക്കുകയാണ്, നമ്മുടെ തെറ്റുകളെ നമുക്ക് മനസ്സിലാക്കി തരുകയാണ്. ദൈവത്തിന്റെ ആലയം ഭയങ്കരമാണ്. ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. 1 തിമോത്തിയോസ് 3:15 വാക്യം. ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടതു എങ്ങനെ എന്ന് നീ അറിയേണ്ടതിന്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയത്തിൽ എങ്ങനെയാണ് ജനം ജീവിക്കേണ്ടത്? ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവദാസന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, ദൈവമക്കളുണ്ട്, വിശ്വാസികൾ ഉണ്ട്. ഒരു അച്ചടക്കം നാം ഈ ദൈവസഭയിൽ പാലിക്കേണ്ടത് ആവശ്യമാണ്. അവരവരുടെ ജോലി അവരവർ ചെയ്യണം. ദൈവത്തിന്റെ ആലയത്തിൽ എല്ലാവർക്കും ജോലികളുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാവരും കർത്താവിന്റെ ശരീരത്തിന്റെ അംശങ്ങളാണ്, അവയവങ്ങളാണ്. സഭയെ ദൈവം ശരീരവുമായിട്ടാണ് താരതമ്യം ചെയ്തത്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരുപാട് അവയവങ്ങൾ കാണാൻ കഴിയും. ചില അവയവങ്ങൾ കാണുവാൻ കഴിയുമെങ്കിൽ മറ്റു ചിലത് കാണുവാൻ കഴിയാത്തതാണ്. പുറമേ കാണുന്ന അവയവങ്ങളെ നാം ഒരുപാട് സ്നേഹിച്ച് അവയെ വൃത്തിയാക്കി നല്ല രീതിയിൽ കൊണ്ടു നടക്കും. എന്നാൽ കാണപ്പെടാത്തതായ അവയവങ്ങൾ, കരളുണ്ട്, കിഡ്നിയുണ്ട്, ശ്വാസനാളമുണ്ട്, ഹൃദയമുണ്ട്, അസ്ഥികളുണ്ട്, ഞരമ്പുകളുണ്ട്, അവ കാണുകയില്ല.
എന്നാൽ ഒരു മനുഷ്യൻ നേരെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അതിന് കാരണം എന്താണ്? അവൻ്റെ അകത്തുള്ളതായ അവയവങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എപ്പോഴും ഞാൻ മാത്രം എന്തിനെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കണം? നീയാണ് സുഖമായിട്ട് കിടന്നുറങ്ങും, ഞാൻ എപ്പോഴും ഇങ്ങനെ ടപ്പ് ടപ്പെന്ന് അടിച്ചുകൊണ്ടിരിക്കണം. ഞാനതുകൊണ്ട് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഹൃദയം നിലച്ചു എന്നിരിക്കട്ടെ. എന്ത് സംഭവിക്കും? നീ എത്ര വലിയ മനുഷ്യനാണ് എങ്കിലും മനുഷ്യൻ ജീവനുള്ളപ്പോൾ മനുഷ്യനെന്ന് പറയും, അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ശവമെന്നാണ് വിളിക്കുന്നത്. എന്താണ്? അതേ മനുഷ്യനെ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ മനുഷ്യനായിട്ടല്ല ശവമായിട്ടാണ് ആളുകൾ വിളിക്കുന്നത്. ശവം എടുത്തുകൊണ്ട് പോകാൻ പറയും. സഭയിലും അതുപോലെ സഭയുടെ ക്ഷേമത്തിനു വേണ്ടി സഭയിലുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ചിലർ പരസ്യമായി പ്രവർത്തിക്കുന്നവരുണ്ട്, ചിലർ രഹസ്യമായി ചെയ്യുന്നവരുണ്ട്. എന്നാൽ എല്ലാവരും ചേർന്നുകൊണ്ട് വളരെ ജാഗ്രതയോടെ സഭയിൽ പ്രവർത്തിക്കണം. ചെറിയ ഒരു പണിയല്ലേ, ചെറിയ ഒരു വിഷയമല്ലേ, ഞാൻ വളരെ ചെറിയ ഒരു വ്യക്തിയാണ് എന്നുള്ളതായ ഒരു ചിന്തയും നമ്മിൽ ഇടം കൊടുക്കാതെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ചേർന്ന് എങ്ങനെയാണ് ശരീരത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? അങ്ങനെ സഭയിലെ വിശ്വാസികൾ എല്ലാവരും ചേർന്ന് യേശുവിൻ്റെ നാമത്തെ, യേശുവിൻ്റെ സഭയെ ഒരു മാതൃകയുള്ളതായ, ഒരു ശക്തിയുള്ളതായ, ഒരു വെളിച്ചമായിട്ട്, ഒരു ഉപ്പായിട്ട്, ഈ ലോകത്തിനൊരു അനുഗ്രഹമായിട്ട് ദൈവത്തിൻ്റെ മക്കളെല്ലാം ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ കാലത്ത് അനേകരും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വില മനസ്സിലാക്കാതെ ജീവിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ വാതിൽ അത് മറ്റാരുമല്ല, മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള മധ്യസ്ഥൻ ഒരാളാണ്. അതാണ് യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ. ദൈവസന്നിധിയിൽ നാം വന്നിട്ട് കർത്താവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേരും. അവിടെ നിന്നും ദൈവത്തിൻ്റെ മറുപടിയും നാം പ്രാപിക്കും. സഭ എന്നത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. സഭ ആത്മീയമായി ബലം പ്രാപിക്കാനിടയാകണം. ഒരു യഥാർത്ഥ സഭ യേശുവിന് പ്രാധാന്യം കൊടുക്കും, യേശുവിനെ പ്രസംഗിക്കും, യേശുവിങ്കിലേക്ക് നടത്തും, യേശുവിന് വേണ്ടി ജീവിക്കും, യേശുവിന് വേണ്ടി പ്രവർത്തിക്കും, യേശുവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കും. നമ്മുടെ ഭക്തിയെ മിനുക്കിയെടുക്കുവാൻ, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെക്കാനായിരിക്കണം സഭയിലേക്ക് വരുന്നത്. എൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം മാറ്റിവെക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ മാത്രം ആശ്രയിക്കുവാനായിരിക്കണം. അങ്ങനെ ഉണ്ടാകുന്നതായ സമയത്ത് നീ രക്ഷിക്കപ്പെടും, നിന്റെ കുടുംബക്കാരും രക്ഷിക്കപ്പെടും, നീ രക്ഷിക്കപ്പെടും, നിന്റെ സുഹൃത്തുക്കളും രക്ഷിക്കപ്പെടും, നീ രക്ഷിക്കപ്പെടും, നിന്റെ മക്കളെയും രക്ഷിക്കപ്പെടുത്തും, അതുപോലെ തന്നെ നിന്റെ ബന്ധുക്കളെയും രക്ഷിക്കപ്പെടുത്തും. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരും. ഈ അന്ത്യകാലത്ത് പുറമെ ഭക്തി കാണിക്കുന്നുവെങ്കിലും അതിൻ്റെ ശക്തിയെ അനുഭവിക്കുവാൻ കഴിയാതെ അനേകരായിരിക്കുന്നു. അങ്ങനെ നാം ജീവിക്കുവാൻ പാടില്ല. ഹൃദയശുദ്ധിയെ നമുക്ക് കാക്കാം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാം. പൗലോസ് തിമോത്തിയോസിന് എഴുതിയതായ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഇതു സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സദുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ചു ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകൻ ആകും. ഭക്തിവിരുദ്ധമായ കിഴവി കഥകളെ ഒഴിച്ചു ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. എന്താണ്? ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യുക. ദൈവത്തിൻ്റെ ആലയത്തിൽ സദുപദേശം ഉണ്ടായിരിക്കണം. എങ്ങനെയുള്ളതാണ്? വിശ്വാസത്തിൻ്റെ സദുപദേശം. നല്ല ശുശ്രൂഷകൻ ചെയ്യേണ്ടതായ പണി എന്താണെന്ന് വെച്ചാൽ നല്ല ഉപദേശം എല്ലാ വിശ്വാസികൾക്കും പറഞ്ഞു കൊടുക്കണം. വചനപ്രകാരം ജീവിക്കേണ്ടതിനു വേണ്ടി ഉത്സാഹിപ്പിക്കണം. ഇത് നമ്മുടെ സഭയ്ക്ക് മാത്രമുള്ളതായ ചിട്ടകൾ അല്ല, നമ്മുടെ സഭയുടെ മാത്രം പദ്ധതികളല്ല. ഈ കാലത്ത് ചില സഭകൾക്ക് അവരുടേതായ പദ്ധതികൾ അവർ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. എന്താണ്? ചില പ്രത്യേകതകൾക്ക് വേണ്ടി അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ചില ബാഡ്ജുകൾ ധരിക്കുക, ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ
ചില രീതിയിലൂടെ ചിലർ സ്തോത്രമെന്ന് പറയും, ചിലർ പ്രൈസ് ദി ലോർഡ് എന്ന് പറയും, മറ്റു ചിലർ മാറാനാഥ എന്ന് പറയും, മറ്റു ചിലർ ഷാലോം എന്ന് പറയും. അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത് കാരണം അവർ ഏത് സഭക്കാരാണെന്ന് അറിയുന്നതിന് വേണ്ടി അതാത് രീതിയിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ സഭക്കാരെല്ലാം ഇങ്ങനെ തന്നെ പറയണം, എന്നാൽ ഇത് ബൈബിളിലുള്ള കാര്യമല്ല. എന്താണ്? ഞാനാണെങ്കിലൊന്നോ ഒരു ദിവസം സ്തോത്രമെന്ന് പറയും, ഒരു ദിവസം പ്രൈസ് ദി ലോർഡ് എന്ന് പറയും, ഒരു ദിവസം മാറാനാഥ എന്ന് പറയും, മറ്റൊരു ദിവസം ഷാലോം എന്ന് പറയും, മറ്റൊരു ദിവസം വേറെയില്ലേ ദൈവത്തിന് സ്തോത്രമെന്ന് പറയും, വന്ദനം എന്ന് പറയും. ആലയത്തിൽ ദൈവത്തിന്റെ മക്കളെല്ലാം ഒരുപോലെയാകുന്നു എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. സദുപദേശം എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ. യേശു പഠിപ്പിച്ചത് ഏത് വിഷയമാണെന്ന് ഒന്ന് ചിന്തിക്കുക. അവൻ എവിടെയെങ്കിലും മതവിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചോ? അവൻ എവിടെ വെച്ചെങ്കിലും വിഭിന്നമായിട്ട് സംസാരിക്കുവാൻ ഇടയായിട്ടുണ്ടോ? ഈ കാലത്ത് ഞങ്ങളുടെ സഭയാണ് വലുത്, ഞങ്ങളുടെ സേവയാണ് വലുത്, ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങളുടെ ചർച്ചാണ് വലുതെന്ന് പറയുന്നു, ഞങ്ങളുടെ പാസ്റ്ററാണ് വലുത്, ഞങ്ങളുടെ ബ്രദറാണ് വലുത് എന്ന് വാഗ്വാദങ്ങൾ നടത്തുകയാണ്. എന്നാൽ പൗലോസ് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി പൗലോസാണോ ക്രൂശിൽ മരിച്ചത്? ചിലർ കേഫ എന്ന് പറയും, ചിലർ പൗലോസ് എന്ന് പറയും, ചിലർ ബർന്നബാസ് എന്ന് വിളിക്കാനിടയാകും. നിങ്ങൾ ഓരോരോ രീതിയിലാണ് വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിട്ടില്ല. അവന്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഇതാണ് സദുപദേശം. ക്രിസ്തുവിന്റെ രാജ്യത്തെയാണ് നാം പണിയേണ്ടത്. ക്രിസ്തുവിന്റെ നാമത്തെയാണ് നാം മഹത്വപ്പെടുത്തേണ്ടത്. നീ ഏത് സഭയിൽ പോകുന്നു എന്നതല്ല പ്രധാനം, നീ യേശുവിൽ ഉണ്ടോ ഇല്ലയോ. നീ ഏത് പ്രസ്ഥാനത്തിലായിരിക്കുന്നു എന്നതല്ല പ്രധാനം, മറിച്ച് യേശുവുമായിട്ട് നിനക്ക് കൂട്ടായ്മയുണ്ടോ? ഒരു ദിവസം ഒരു മദ്യപാനി മീറ്റിങ്ങിന് വന്നിട്ട് ദൈവദാസനോട് പറയുകയാണ്, കുടിച്ചിട്ട് വന്നാണ് പറയുന്നത്, ദൈവദാസ, കഴിഞ്ഞ വർഷം അങ്ങിൽ കൂടിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്ന് പറയുകയാണ്. ഇപ്പോൾ മനസ്സിലായി, നീ എന്നിൽ കൂടി രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെയായിരിക്കുന്നത്. യേശുവിൽ കൂടി രക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നീ നന്നായിപ്പോയനേയും. മനുഷ്യൻ രക്ഷിച്ചാൽ അത് താൽക്കാലികമായ രക്ഷയായിരിക്കും, താൽക്കാലികമായ മാറ്റമായിരിക്കും. എന്നാൽ യേശുക്രിസ്തു ഒരാളെ മാറ്റുന്ന സമയത്ത് വചനം പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ കുറച്ചു മാറുമെന്നാണോ? എന്താണ്? പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായിരിക്കുന്നു. ഈ കാലത്ത് അങ്ങനെയുള്ളതായ ഉപദേശമാണ് വേണ്ടത്. യേശുവിങ്കലേക്ക് ആത്മാക്കളെ നടത്തുന്നതായ ഉപദേശം, മനുഷ്യരിലേക്ക് തിരിക്കുന്ന ഉപദേശമല്ല, യേശുവിങ്കലേക്ക് തിരിക്കുന്ന ഉപദേശമാണ് അത്യാവശ്യം. അതാണ് പൗലോസ് ചെയ്തത്. അതുകൊണ്ട് പൗലോസിന്റെ പേരിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പൗലോസ് പ്രത്യേകമായി ഒരിടത്ത് തന്നെ നിന്ന് ശുശ്രൂഷ ചെയ്തില്ല. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് പൗലോസ് ജീവിച്ചിരുന്നത് ഈ കാലത്തായിരുന്നു എങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും എഴുതുന്നത്. ഭക്തിവിരുദ്ധമായ വാട്സപ്പ് സന്ദേശങ്ങളെ ഒഴിവാക്കി, സോഷ്യൽ മീഡിയ കഥകളെ ഒഴിവാക്കി, എവിടെ ചെന്നാലും ഇങ്ങനെയുള്ളതാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈലിൽ കൂടി 24 മണിക്കൂറും നിങ്ങളുടെ സ്നേഹിതൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫോണാണ്, എൻ്റെ സെല്ലാണ്. വിരൽ വെച്ച് തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്, കണ്ണുകൊണ്ട് തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഹൃദയത്തിൽ നിറച്ചുകൊണ്ടേയിരിക്കുകയാണ് മാലിന്യവും ചപ്പും ചവറും. അബ്ബബ്ബ. ആ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാലിന്യത്തിന്റെ ഇടയിലായിരിക്കും ഏതെങ്കിലും ഒരു ചെറിയ നല്ല കാര്യം കിട്ടുന്നത്, എവിടെയെങ്കിലും ഒരു വാക്യം ലഭിക്കുന്നത്. എന്നാൽ അത് നോക്കില്ല. എന്താണ്? മാലിന്യത്തിൽ സ്വർണം കിടന്നാൽ ആ മാലിന്യം മൊത്തം അരിച്ചു നിങ്ങൾ പെറുക്കി നോക്കുമോ? ഈ കാലത്ത് അങ്ങനെ തിരിഞ്ഞു നോക്കുന്നവരുണ്ട്. കൈ കഴുകാമെന്ന് പറയും പിന്നീട്. സെൽഫോൺ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങളുടെ സെൽഫോൺ എടുത്ത് കളയുക. ഇതൊരു തമാശയുള്ള കാര്യമല്ല, ഇതൊരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. പിശാച് ഇന്ന് സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നാം പറയാറുണ്ട്. എന്നാൽ എത്ര ശതമാനമാണ് നാം ഉപയോഗിക്കുന്നത്? എത്ര ശതമാനമാണ്? ഒന്ന്, നാം ഉപയോഗിക്കുകയാണ് തെറ്റായ രീതിയിൽ. ഒരിക്കലും സോഷ്യൽ മീഡിയ തെറ്റായ ഒരു കാര്യമല്ല, അത് ഉപയോഗിക്കപ്പെടുകയാണ്. അങ്ങനെ
മ്യൂസിക് ഒരു പാപമല്ല. മ്യൂസിക്കിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണത് പാപമാകുന്നത്. നോക്ക്, ദൈവം നൽകിയിരിക്കുന്നതായ സകലതും നല്ലതാണ്. ദൈവം സൃഷ്ടിച്ച സകലതും നല്ലത്. ഇന്ന് മനുഷ്യൻ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നുവെങ്കിൽ, സാറ്റലൈറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നുവെങ്കിൽ, ഇത് അന്ന് തന്നെ ദൈവം അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് പോയി അത് കണ്ടുപിടിക്കാനിടയായത്. അല്ലാതെ മനുഷ്യൻ ചെന്ന് അവിടെ ഉണ്ടാക്കി വെച്ചതല്ല. ഓരോ ദിവസവും പുതിയ മരങ്ങൾ കിളിർക്കുന്ന പോലെ പുതിയ പുതിയ സൃഷ്ടികൾ ദൈവം ചെയ്യുന്നതല്ല. അന്നു തന്നെ ദൈവം സകലതും സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത്രയും നാളുകൾ വേണ്ടി വന്നു. അല്ലെങ്കിൽ മനുഷ്യർ അത് കണ്ടുപിടിക്കേണ്ടതിന് വേണ്ടി ദൈവം അതിന് തക്കതായ ഒരു സമയം അനുവദിച്ചിരുന്നു. അത് അധികാരികളുടെ മനസ്സിലത് തോന്നിപ്പിച്ചു. ഈ ടെക്നോളജി സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കണം. സകല മനുഷ്യരും സുവിശേഷം കേൾക്കാനിടയാകണം. അതിനുവേണ്ടിയാണ് ദൈവം ഇങ്ങനെയുള്ള ടെക്നോളജികൾ മനുഷ്യരിലേക്ക് കൊടുക്കുവാനിടയായത്. എന്നാൽ പിശാചിന്റെ കൂട്ടാളികൾ എന്താണ് ചെയ്തത്? അത് ആദ്യം തന്നെ അവർ കൈയടക്കുവാൻ ഉപയോഗിക്കുവാൻ തുടങ്ങി. അതിൽ മാലിന്യവും ചപ്പും ചവറും നിറച്ചിരിക്കുമ്പോൾ മനുഷ്യൻ അതിന്റെ പിറകെ പോകുന്നു. സെൽഫോണിൽ വരുന്നതെല്ലാം തന്നെ വിശുദ്ധമായ വചനങ്ങളൊന്നും അല്ല. വിശുദ്ധ വേദപുസ്തകം വായിക്കുക. ഫോണിൽ കൂടി ആയിരക്കണക്കിന് സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിയും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ കഴിയും. എത്ര പ്രസംഗകർ അല്ലെങ്കിൽ എത്രമാത്രം സുവിശേഷകന്മാർ എത്രത്തോളം വിമർശിച്ചാലും, എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ നൽകിയാലും, പുതിയ പുതിയ വിവരങ്ങൾ നൽകിയാലും, നിങ്ങൾ ബൈബിളിലേക്ക് തിരിയേണ്ടതാണ്. അത് ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി മനസ്സിലാക്കിയ ശേഷമേ അത് സ്വീകരിക്കാവൂ. അല്ല എങ്കിൽ അത് അപകടകരമാണ്. ഇന്ന് നാം നോക്കുമ്പോൾ ഒരു ഹെഡിങ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈനിലെ ഒരു വചനം മാത്രമായിരിക്കും ഇന്ന് നാം നോക്കുന്നത്. ഹെഡിങ് കാണുമ്പോൾ തന്നെ പിന്നീട് അത് വായിക്കണമോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അത് നോക്കുന്നത്. ബുദ്ധിയില്ലാത്തവൻ എന്ന് ഹെഡിങ് ഇട്ടാൽ അത് നോക്കും. അറിവ് വേണമോ എന്ന് ചോദിച്ച് പോസ്റ്റ് ഇട്ടാൽ ഒരിക്കലും ശ്രദ്ധിക്കില്ല. ബുദ്ധിയില്ലായ്മ വേണോ എന്ന് ചോദിച്ച് ഹെഡിങ് ഇട്ടാൽ അയ്യോ എന്താണിത് എന്ന് പറഞ്ഞിട്ട് താല്പര്യത്തോടെ ശ്രദ്ധിക്കും. കുറച്ചുകൂടെ ബുദ്ധിയില്ലായ്മ പഠിക്കാം. എന്തൊരു മനുഷ്യരാണ്! കിഴവിക്കഥകൾ ഇത് അശുദ്ധമാക്കുന്നതാണ്. കിഴവിക്കഥകൾ എന്ന് പറയുമ്പോൾ ചാറ്റിംഗ് ചെയ്യുന്നവരെ കുറിച്ചാണ്. പാടത്ത് നെല്ല് വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചാറ്റിംഗ് ചെയ്യുമായിരുന്നു. പരസ്പരം തലയിലെ പേൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി, ചേടത്തി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അയൽപക്കത്തെ വീട്ടിലെയും അവിടുത്തെയും ഇവിടുത്തെ ആളുകളെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറയുമായിരുന്നു. ആണുങ്ങളാണെങ്കിൽ പാലത്തിന്മേലോ അല്ലെങ്കിൽ കരിങ്കിലോ ഇരുന്ന്, അല്ലെങ്കിൽ സൈക്കിളുകളിൽ യാത്ര ചെയ്തു പോയി. പണ്ടൊക്കെ ബൈക്കില്ലായിരുന്നല്ലോ. എവിടേക്കാണ് സ്ത്രീകൾ നിൽക്കുന്നത് അത് കണ്ട് അങ്ങോട്ട് പോകുമായിരുന്നു. കോളേജിന്റെ വാതിൽക്കലേക്ക് പോയോ ബസ് സ്റ്റോപ്പിലേക്കോ പോയിട്ട് സ്ത്രീകൾ നിൽക്കുന്നതായി അവിടെ ചെന്നിട്ട് അവരെ നോക്കി ഓരോന്ന്, എടാ നീ അവിടെ നോക്ക്, അങ്ങനെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവരെ കമന്റ് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരും എങ്ങും പോകുകയില്ല. എപ്പോഴും ഫോണിൽ തന്നെയാണ്. തലവേദനിക്കുന്നത് വരെയും കഴുത്ത് വേദനിക്കുന്നത് വരെയും നടു കുനിച്ചിരിക്കൂ. അതുകൊണ്ടാണ് യൗവനക്കാരായിരിക്കുന്ന മക്കൾക്ക് ഇപ്പോൾ തന്നെ നടുവേദന ഉണ്ടാകുന്നത്. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ് വേദനിക്കുന്നത് കാണാം. നമ്മുടെ ശരീരം നടു അനക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് എല്ലുകൾ തന്നിരിക്കുന്നത്. സ്ട്രേറ്റ് റാഡായിട്ടാണോ തന്നിരിക്കുന്നത്? ശരീരത്തിൽ ബുഷ് തന്നിട്ടുണ്ട്. അത് നിന്റെ നടു അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കുന്നതിന് വേണ്ടിയാണ്, അനങ്ങുന്നതിന് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. എന്നാൽ നീ എന്താണ് ചെയ്യുന്നത്? ഒറ്റ ലെവലിന് നേരെ ഇരിക്കുന്നതായ സമയത്ത് നിന്റെ ശരീരത്തിന്റെ ഭാരം കാരണം ആ ബുഷ് വെളിയിലേക്ക് വരുവാനിടയായി. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ സർജറി ചെയ്ത് ഡോക്ടർ കുറച്ച് പണമൊക്കെ വാങ്ങിക്കും. വീണ്ടും നേരെ ഇരിക്കും. കുറെ നാൾ കഴിഞ്ഞിട്ട് അതേ അസുഖം തന്നെ വീണ്ടും ഉണ്ടാകും. നടുവേദന ഉണ്ടാകുന്നത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കല്ല, വെറുതെ ഇരിക്കുന്നവർക്കാണ്. വിരളമായിട്ടാണ് മറ്റുള്ളവർക്ക് വരുന്നത്. കൂടുതൽ നടുവിന് ബലം കൊടുക്കുന്നവർക്ക്, കൂടുതൽ ഭാരം ചുമക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് നടുവേദന ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരുപാട് യുവജനങ്ങളായിരിക്കുന്നതായ വ്യക്തികൾ ഈ കാലത്ത് അലസരായിരിക്കുന്നത് കാരണമായി അവർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു, ഡിപ്രഷന് ഇരയായിട്ട് മാറുന്നു, ഒരു വിധത്തിലുള്ള ഭയത്തിന് ഇരയായിട്ട് മാറുന്നു, ഒരു രീതിയിലുള്ളതായ വയലൻസ്. അതിനെന്താണ് മലയാളത്തിൽ പറയുന്നത്? അഹിംസയല്ല, ഹിംസ, തീവ്രവാദത്തിന് ഇരയായിട്ട് മാറുന്നു. കാരണം അശുദ്ധിയുള്ളത് കൊണ്ടാണ്. ചർച്ചിൽ സെൽഫോൺ കൊണ്ടുവരാത്ത ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് സെൽഫോണിൽ ബൈബിൾ വായിക്കരുത് എന്ന് പറയുന്നത്. ബൈബിൾ കൊണ്ടുവരിക. ബൈബിളിലെ വചനം വായിക്കാൻ നിങ്ങൾ സെൽഫോൺ എടുക്കുന്ന സമയത്ത് എന്തിനാണ് ഇനിയും ബൈബിൾ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ അനാവശ്യമായ കാര്യങ്ങളെ നോക്കാനിടയാകും. അതുകൊണ്ടാണ് പറയുന്നത്. തിമോത്തിയോസ് ഒരു യൗവനക്കാരനായിരുന്നു.
67 വയസ്സുള്ള പൗലോസ് 27 വയസ്സുള്ള തിമോത്തിയോസിന് എഴുതുന്ന കത്താണിത്. നിങ്ങളുടെ യൗവനപ്രായത്തിലെ ട്രെൻഡ് എന്താണെന്നറിയാമോ? വയസ്സന്മാരെ ഒഴിവാക്കി കളയുകയാണ്. പഴയതിനെയെല്ലാം ഒഴിവാക്കുകയാണ്. എന്താണ്? പഴയതിനെയൊക്കെ എടുത്ത് കളയുകയാണ്. അതൊക്കെ ഓൾഡ് ജനറേഷൻ പാസ്റ്റേഴ്സാണ്. എപ്പോഴും പാപവും, എപ്പോഴും തെറ്റേറ്റ് പറയാ, സ്നേഹം അതാണ് ഇതാണ് എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. പശ്ചാത്താപം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയില്ല. എന്താണ്? പരിശുദ്ധാത്മാവില്ലാതെ സ്നേഹമുണ്ടാവുകയില്ല. പരിശുദ്ധാത്മാവില്ലാതെ പശ്ചാത്താപം ഉണ്ടാകില്ല. പരിശുദ്ധാത്മാവില്ലാതെ ശുദ്ധമായ ഒരു ഹൃദയം വരില്ല. നാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ പേര് മാത്രം മതിയോ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വേണ്ടേ? പരിശുദ്ധാത്മാവ് നൽകുന്ന ജീവിതം വേണ്ടേ? വിശുദ്ധി വേണ്ടേ? ഭക്തിവിരുദ്ധമായ കിഴവി കഥകളാണിന്ന്. കിഴവിക്കഥകൾ. കഴിഞ്ഞ ദിവസം ടി-വിയിൽ നമ്മുടെ പ്രോഗ്രാമൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗോസിപ്പിന്റെ പ്രോഗ്രാം. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഈ കാലത്തുണ്ടാകുന്നത്? ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം നുണകൾ പറയാൻ പാടില്ല. നിന്റെ നാവുകൊണ്ട് കള്ളം പറയാൻ പാടില്ല. നുണ പറയുവാൻ പാടില്ല. ഉള്ളത് എന്താണ്, ഇല്ലാത്തത് എന്താണ്, അതായത് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ആ പയ്യൻ എന്നും താമസിച്ചു വരുന്നത് കൊണ്ട് ഏതെങ്കിലും പെൺകുട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വിഷയങ്ങളെ ഉള്ളതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ പഴിചാരിക്കൊണ്ട് വളരെ ഇൻട്രസ്റ്റോടെ ജനമത് കാണുന്നത് കാണാം. മാലിന്യം ഹൃദയത്തിൽ നിറയ്ക്കുകയാണ്. ചപ്പുചവർ നിറയ്ക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ വചനത്താൽ നിറയ്ക്കണം. ഒരു ക്രിസ്ത്യാനി തന്റെ ഹൃദയത്തെ എന്തിനാലാണ് നിറയ്ക്കേണ്ടത്? സത്യമായതുകൊണ്ട്, ഘനമായതുകൊണ്ട്, രമ്യമായതുകൊണ്ട്. അവ കൊണ്ടാണ് ഹൃദയത്തെ നിറയ്ക്കേണ്ടത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തോട് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവത്തിന്റെ വിടുതൽ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വായു തുറന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം സംസാരിക്കും. ഇത് സ്വർഗത്തിന്റെ വാതിലാണ്. ഇത് ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ മന്ദിരത്തെക്കുറിച്ച് ജാഗ്രതയോടെ ആയിരിക്കണം. ദൈവത്തിന്റെ ആലയത്തെ നാം ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ശാപമുണ്ടാകും. ശ്രേഷ്ഠമായ അവന്റെ വചനങ്ങൾ കേൾക്കുന്നതായ നീ ആ വചനപ്രകാരം ജീവിക്കുന്നുണ്ടോ? സഭയിൽ നിന്ന് വെളിയിൽ പോകുമ്പോഴും നിന്റെ ഭക്തി നിലനിൽക്കുന്നുണ്ടോ? ദൈവം നിന്നെ കണ്ടിരിക്കുന്നു, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ വേർതിരിച്ചിരിക്കുന്നു. നീ ലോകത്തിൽ പ്രത്യേകമായി ജീവിക്കേണ്ടതിനു വേണ്ടി നിന്റെ അഭിവൃദ്ധി ലോകത്തിലുള്ള ആളുകൾ നിന്നിൽ കാണണം. ഇവൻ യേശുവിന്റെ പൈതലാണെന്നവർ മനസ്സിലാക്കണം. നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വിശ്വാസം എല്ലാം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. വായു തുറന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഈ അന്ത്യനാളുകളിൽ വിശ്വാസികൾ അവിശ്വാസികളെക്കാൾ താഴ്ന്ന സ്ഥിതിയിലേക്ക് വീണു പോകുമ്പോൾ, വചനാനുഭവമില്ലാത്തവരായി, പ്രാർത്ഥനാനുഭവമില്ലാത്തവരായിട്ട്, കൂട്ടായ്മ ഇല്ലാത്തവരായിട്ട്, വിശുദ്ധി ഇല്ലാത്തവരായി, ലോകക്കാരെക്കാൾ ഹീനമായ സ്ഥിതിയിലേക്ക് വീണു പോകുന്നതായ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരെ നീ നോക്കണമേ. നിന്റെ ആലയത്തിലേക്ക് കൂടി വരുന്ന സമയം ഞങ്ങളുടെ പ്രവൃത്തികളെയെല്ലാം നേരെയാക്കുന്നതിനു വേണ്ടി, ഞങ്ങളുടെ ബലഹീനതയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. വചനപ്രകാരമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ വസ്ത്രധാരണം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജീവിതം ഇവയെല്ലാം മറ്റുള്ളവർക്ക് മാതൃകയാകാൻ സഹായിക്കണമേ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ വന്നതായ നിന്റെ നാമത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ ബന്ധിക്കുവാൻ കഴിയുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ